അതൊന്നും ഇപ്പൊ ജിന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല. ഞാൻ എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് പൈസന്റെ ആവശ്യമുള്ള സമയമാണ് ഇപ്പോ. അപ്പൊ എനിക്ക് ഇതേമാതിരി കിട്ടാനുള്ള ആൾക്കാരോട് ചോദിച്ചെങ്കിലല്ലേ പിന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ. നിങ്ങൾ അങ്ങനെ പറയല്ലേ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് സൈറ്റിൽ ഒരുപാട് വർക്ക് പെൻഡിങ് ആയിട്ട് ഒരുപാട് ബില്ല് പാസ്സാകാണ്ട്. അപ്പൊ ഇജ് ഓരോ ഒഴിവ് കഴിവും പറഞ്ഞു കഴിഞ്ഞാലേ അതിപ്പോ വലിയ ബുദ്ധിമുട്ടാവും. അതെന്തേലും കാട്ടിങ്ങാണ്ട് കൊണ്ടാ ഒരുപാട് വൈകിപ്പിക്കല്ലേ. ഞാൻ 2-3 മാസം കൊണ്ട് എങ്ങനെയെങ്കിലും അത് സെറ്റാക്കി തരാം കേട്ടോ. ഇപ്പൊ ഈ അവസ്ഥയിൽ നിങ്ങൾ ചോദിക്കരുത്. ഒരു 30-ാം തീയതിനുള്ളിലേ എന്തേലും റെഡി ആക്കി കൊണ്ടാ. എന്താ പറയുക പ്രശ്നം? പൈസന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആരിപ്പോ ഇങ്ങനെ വീണത്? എന്റെയൊക്കെ അത്യാവശ്യം സാധനം ഉണ്ടല്ലോ. പിന്നെ അതിന്റെ ഇടക്ക് എന്താ പ്രശ്നം? അത് നമ്മള് ഇളയച്ചനെ ഭാര്യന്റെ അഞ്ചത്തിനെ കൊണ്ടുപോയനെ. ഓനടുത്ത് കുറച്ച് പൈസ പെട്ടിക്കണേ. ഞാൻ അന്ന് ആ സ്ഥലം വിറ്റല്ലോ. ഒരു ദിവസം സ്വർണം പണ്ടാ കൊടുത്തിരുന്നേ. അല്ലേ സാറേ? അതെ അതെ. അപ്പൊ അന്ന് ഞാൻ 1 ലക്ഷം റുപ്യയും കുറച്ച് സ്വർണ്ണൊക്കെ ഓന്റെ കയ്യിൽ കൊടുത്തതാ. അതിപ്പോ ആ പൈസ ഇപ്പൊ തിരിച്ചു ചോദിച്ചതാണ്. ഒന്നുമല്ല, നമുക്കിപ്പോ പൈസ കയ്യിൽ കിട്ടുകയാണെന്ന് വെച്ചാലേ വേറെ ഓരോ ആവശ്യങ്ങൾ ഇങ്ങനെ അതിനും വേണ്ടിട്ട്. അതിന് ഓനെ ഏർപ്പാടൊന്നും ഇല്ലാതെ പുടുത്തം വിട്ടിക്കാണെന്നല്ല കേട്ടത്. ഓൻ ഇതിലേറെ പുടുത്തം വിടാൻ നിൽക്കണേ. പിന്നെ ആ പൈസ കിട്ടലെന്നെ ഉണ്ടാവില്ല. എന്റെ മറ്റേ മൂത്തച്ചല്ലേ ഞാൻ പെണ്ണുങ്ങളെ അടുത്തിന്റെ മൂപ്പര് അത്യാവശ്യം നല്ല നിലവിലാണല്ലോ. നല്ല അത്യാവശ്യം പൈസ ഉണ്ട്. ഇപ്പൊ നല്ല റോളിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല ജ്വല്ലറി എന്തൊക്കെ തോന്നി നല്ല സെറ്റപ്പ് ആണല്ലോ. മൂപ്പരോട് ചോദിച്ചു നമുക്ക് ഈ ചങ്ങായത്തോടെ അടിയിൽ പോയ ചങ്ങായത്തോട് ചോദിച്ചിട്ട കാര്യം. ഓനിപ്പോ നിങ്ങൾ കഴിച്ചിലാക്കല്ലേ വണ്ടി? അല്ല ജയ്, അന്ന് സ്ഥലം വിറ്റപ്പോളേ മൂത്തച്ഛന് 1 ലക്ഷം എന്തോ കൊടുത്തില്ലേ? ചോദിച്ചാ പോരെ എനിക്ക് അല്ലേ? എടാ മൂത്തച്ഛൻ എന്ന് പറഞ്ഞാലേ ഓലിപ്പോ ഭയങ്കര പൈസക്കാരായിക്കണേ. നമ്മളിപ്പോ അന്ന് കൊടുത്ത 1 ലക്ഷം റുപ്യക്ക് പാടപ്പൊ ചോദിക്കാറില്ലേ. അത് അന്ന് പോലെ ബിസിനസ് വേണ്ടി കൊടുത്തതാണ്. ഇളയച്ചനാണെങ്കിലോ ഇപ്പൊ ആകെ പിടുത്തം വിട്ടിക്കണേ. എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പൊ അത് വാങ്ങിയെടുക്കണം. ഇതൊക്കെ തന്നെ സാർ ഇപ്പത്തെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ആൾക്കാരത്. അല്ല ഓൻ പറഞ്ഞതിന് കാര്യമുണ്ടല്ലോ. എന്ത് കാര്യം ജി പറയും? ഇപ്പൊ ആ ചങ്ങായി പറ്റ കുടുങ്ങി കിടക്കല്ലേ. ഇപ്പൊ ഈ സമയത്ത് ഇവരൊക്കെയാണ് ഓലൊക്കെ സഹായിക്കേണ്ടത്. ഇതിപ്പോ എന്താ പറയുക, കുടുങ്ങി കിടക്കുന്നവന്റെ കൊല്ലി കുടിക്കാൻ എല്ലാവർക്കും നല്ല തീർപ്പത്. കുറച്ച് പൈസയും കാര്യമൊക്കെ എല്ലാവരുടെ തിരിച്ചു ചോദിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയാ. എന്നാ അടി പോയി കിടക്കണവന്റെ അടുന്ന് വാങ്ങാൻ ആർക്കും യാതൊരു മനസ്സിന് കുത്തോ ഒന്നുമില്ല. അനക്കിപ്പോ ശരിക്കും എന്റെ മൂത്തച്ഛൻ്റെ പൈസ വാങ്ങിയാണ്ട് എന്റെ പരിപാടി നടത്താൻ. കുടുങ്ങി കിടക്കണവനെ അടിക്കാക്കാൻ എല്ലാവരും ഉണ്ടാവുള്ളൂ. കഴിച്ചലാക്കാൻ ഈ ദുനിയാവിലൊരു മനുഷ്യൻ ഉണ്ടാവില്ല. ശരിക്കും കുടുങ്ങി കിടക്കണവനെ കഴിച്ചലാക്കാനാണ് എല്ലാവരും നോക്കേണ്ടത്.